ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ആജാവോ സെറ്റാക്കാം. ഇന്ന് നമ്മുടെ ഐലൻഡിലെ സ്കൂളിലൊരു ചെറിയ ഫംഗ്ഷനായിരുന്നു. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പാരൻസ് ഡേ ഫംഗ്ഷൻ. എല്ലാ കൊല്ലവും ഉള്ളതാണ്. പാരൻസ് ഡേ, ടീച്ചേഴ്സ് ഡേ, അങ്ങനെ ഓരോ ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഐലൻഡിലെ സ്കൂളിലെ പാരൻസ് ഡേ സെലിബ്രേഷൻ ആയിരുന്നു. നല്ല രസമായിരുന്നു. പല ഗെയിംസും പിന്നെ പല പല ടൈപ്പിലുള്ള വെറൈറ്റീസുള്ള ഗെയിംസ് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗെയിംസിനുള്ള പ്രിപ്പറേഷനുള്ള കാര്യങ്ങളാണ്. അവിടെ അവരെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടിക്ടോട്ടായി, പിന്നെ ഈ ഹാങ്ങർ എറിയുന്നത്, പിന്നെ കുപ്പി ഫ്ലിപ്പ് ചെയ്യണത്, അതൊക്കെയായിരുന്നു ഗെയിമിൻ്റെ ഒരു ഭാഗം. അത് കണ്ടില്ലേ, അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർ. പിന്നെ അവിടെ അവർ ഫ്ലിപ്പ് ചെയ്തിട്ട് അവർ ഓടിക്കൊണ്ട് വന്നിട്ട് അവിടെ നിങ്ങൾക്കറിയാമല്ലോ ടിക്ടോട്ടായി എന്നൊരു ഗെയിം ഉണ്ടല്ലോ, അതാണ് അവർ അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ആ സൈഡിൽ നിൽക്കുന്നതൊക്കെ ആ സ്കൂളിലെ ടീച്ചേഴ്സാണ് കേട്ടോ. അവരാണിത് ഫുൾ അറേഞ്ച് ചെയ്തത്. അതൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ അറിയാൻ പറ്റുമോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. നോക്കി, ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ ആൾക്കാർ ഇവിടുത്തെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവാണ് അവർ. ഗെയിംസും കാര്യങ്ങളൊക്കെ ഈ മാൽദീവ്സിലെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ വർക്കിംഗ് ആണ്. അവർ പല സ്ഥലത്തായിട്ട് റിസോർട്ടിലും പിന്നെ ഫിഷിങ്ങും ഇതൊക്കെയാണ് അവരുടെ ജോലി. പിന്നെ ഈ പാരൻസ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് അവരിങ്ങനെ പിന്നെ ഒന്നിച്ച് വരുന്നതാണ്. പിന്നെ ഇതെല്ലാം ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യുന്ന ഇവിടുത്തെ ടീച്ചേഴ്സാണ് എല്ലാം ചെയ്യുന്നത്. അയാൾ ജയിച്ചു കേട്ടോ. അയാൾ സത്യം പറഞ്ഞാൽ മറ്റേ പുള്ളി ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. നേരത്തെ ഈ പുള്ളിയിലെ മറ്റേ പുള്ളി ആ പുള്ളി കളിയാക്കേണ്ട രീതിയിൽ ജയിക്കാൻ നേരം നോക്കിയാൽ ജയിച്ചു. സ്പെഷ്യൽ പ്രൈസൊക്കെ ഉണ്ട്. ഇത് നാളെയാണ് ഇവർക്ക് ഈ പ്രൈസൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ സെയിം ഗെയിം തന്നെ ലേഡീസും അത് കണക്കാണ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഭയങ്കര ആക്റ്റീവായിരുന്നു ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ. പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ പെൺപിള്ളേരും സെയിം ഭയങ്കര എനർജറ്റിക്കാണ് കേട്ടോ. ഈ ഗെയിംസിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര എനർജറ്റിക്. ഇവരെല്ലാം പറ്റും നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ പാരൻസാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഹാങ്ങർ ത്രോ. മറ്റേ ഇപ്പം കയ്യിലിരിക്കുന്ന ഹാങ്ങറില്ലേ, ആ കാണുന്ന ആ ഒരു പൈപ്പും കഷ്ണത്തിൽ ഇങ്ങനെ ഹാങ്ങി നടക്കണം. അപ്പോഴത്തേക്ക് പോയിൻ്റ് കിട്ടും. നമ്മൾ വിചാരിക്കും പോലെ അല്ല, നമ്മൾ വിചാരിക്കും എളുപ്പമാണെന്ന്. പക്ഷേ ഇത്തിരി ടഫായിട്ടുള്ള ഒരു പരിപാടിയാണ്. ആ പുള്ളിക്കാരൻ ഒന്നേ ഇട്ടുള്ളൂ കേട്ടോ. ഹാങ്ങറിൻ്റെ പുറത്ത് വേറൊരു ഹാങ്ങർ തൂങ്ങി കിടക്കുന്നത്. അത് സമ്മതിക്കത്തില്ല. പക്ഷേ കാര്യം ഹാങ്ങർ സെപ്പറേറ്റ് വന്ന് ഇങ്ങനെ തൂങ്ങി നിൽക്കണം. അപ്പോൾ എന്നാലേ പോയിൻ്റ് കിട്ടത്തുള്ളൂ. ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ഗെയിമായിരുന്നു കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ. ഇവരെല്ലാവരും വർക്കിംഗ് ആൾക്കാരാണ്. ഇവരൊക്കെ പല റിസോർട്ടിലും പല സ്ഥലത്തും ഒക്കെ ജോലി ചെയ്യുന്നവരാണ്. ഈ പാരൻസ് ഡേ ആയതുകൊണ്ട് ഇവരെല്ലാവരും ഒന്നിച്ച് വന്നതാണ്. ആ കാണുന്ന എല്ലാം പാരൻസാണ്. ഈ സ്കൂളിൽ പഠിക്കുന്ന സ്കൂൾ സ്റ്റുഡൻസിന് എല്ലാം പാരൻസാണ്. നല്ലൊരു സ്കൂളാണ്. ഇപ്പോൾ ഈ കാണുന്ന സ്കൂളിൻ്റെ ചെറിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ. അവിടെയാണ് ഈ ഫുൾ ഗെയിംസ് നടക്കുന്നത്. അവിടെ നിൽക്കുന്നതൊക്കെയാണ് സ്കൂളിലെ ടീച്ചേഴ്സും പ്രിൻസിപ്പാളും സൂപ്പർവൈസേഴ്സൊക്കെ. നല്ലൊരു ഗെയിം കൂടെ. നേരത്തെ പറഞ്ഞാൽ എനിക്ക് ഈ ഗെയിമിനെ പറ്റി വലിയ പിടുത്തമില്ലായിരുന്നു. ഇവരെങ്ങനെ ചെയ്ത് കണ്ടപ്പോഴാണ് മനസ്സിലായി എങ്ങനെയും ഗെയിംസൊക്കെ ഉണ്ടെന്ന്. അറിയത്തില്ല, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല, ഇത് നാട്ടിൽ കൊണ്ടുവന്ന് അറിയത്തില്ല. പിന്നെ ഇതൊക്കെ ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ്. ഞാൻ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം ഒരു വീഡിയോ ഇടുന്നുണ്ട്. സ്കൂളിൻ്റെ പരിസരം ഫുള്ള് ഞാൻ കാണിച്ചാൽ അന്യായ വൈബാണ് കേട്ടോ. സ്കൂളിൻ്റെ വൈബ് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല വൈബുള്ള ഒരു സ്ഥലം എല്ലായിടത്തും ഉണ്ട്, മിക്ക സ്ഥലത്തും ഉണ്ട്. പക്ഷേ ഈ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്കൂളാണ്. 10th വരെ ഉള്ളൂ. അത്യാവശ്യം 350-400 പിള്ളേരുണ്ട് സ്കൂൾ ഫുള്ളായിട്ട്. അവിടെ കാണുന്ന സ്കൂളിൻ്റെ ബാക്ക് സൈഡാണ്. എല്ലാ റൂമും AC ആണ്. അപ്പോൾ അത്ര ഫെസിലിറ്റി എല്ലാം അടിപൊളിയായിട്ട് കൊടുക്കുന്നത്. എല്ലാ ക്ലാസ്സും AC ആണ്. എല്ലാം ഇവിടെ പഠിക്കുന്ന പിള്ളേരാണ്. കുറച്ച് പിള്ളേരെ വന്നോളൂ. ഈ പിള്ളേരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം നാളെ ഇവരുടെ ഡിന്നർ പാർട്ടിയാണ് പാരൻസ് ഡേക്കുള്ള. ഇന്ന് ഗെയിംസ്, അങ്ങനെയാണ് 3 ദിവസത്തെ ഒരു പരിപാടിയാണ്. അതായത് വേറൊരു ഗെയിം. ഈ ഗെയിം നല്ല ഭംഗിയായിരുന്നു കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ.
ഇത് വിചാരിക്കുമ്പോഴല്ല, അത് അത്യാവശ്യം ഇത്തിരി മെനക്കെടണം ഈ ഗെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വിചാരിക്കും സിമ്പിളാണെന്ന്. ആ കാല് ആ സർക്കിളിൽ നിന്ന് പുറത്ത് പോയാൽ അപ്പോഴും ഔട്ടാണ്. ഇതും ലേഡീസ് നല്ലത് ചെയ്യുന്നുണ്ട്. ആ നോക്കി നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് പുറത്ത് പോയാൽ അപ്പോഴും ഔട്ടാവും കേട്ടോ. ജസ്റ്റ് പോയാൽ അപ്പോഴും ഔട്ടാണ്. ലേഡീസിനുണ്ടായിരുന്നു, ഹാങ്കർ ത്രോ ഉണ്ടായിരുന്നു. അവർ നല്ലൊരു ട്രൈ ചെയ്തു. ഭയങ്കര പ്രോത്സാഹനമാണ്. കാര്യം 2 ടീമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഐലൻഡിൽ 2 ടീമായിട്ട് വെച്ചിട്ടുണ്ട് ഇവർ. ഇപ്പോൾ നമ്മളെ ടീച്ചേഴ്സ് ഇവർ 2 ടീമായിട്ട് സെറ്റ് ചെയ്താണ് ഇവർ ഗെയിം കളിപ്പിക്കുന്നവർ. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷേ ഒരു 2 ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട് ഇവർ. പിന്നെ ഇത് 10ൽ പഠിക്കുന്ന ഒരു പയ്യനാണ് കേട്ടോ, നമ്മുടെ സ്കൂളിൽ ആ കാണുന്നത്. ആ പിള്ളേരായിട്ട് കളിക്കുന്നത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. അതാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തത് ആ സമയത്ത്. ആ പിള്ളേരായിട്ട്, ആ കൊച്ചു പിള്ളേരായിട്ട് ആ പയ്യൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു രസം. ഐലൻഡ് വലിയ ഐലൻഡൊന്നുമല്ല, ചെറിയൊരു ഐലൻഡാണ്. ആകെ ഒരു 8-9 കിലോമീറ്റർ വിസ്താരമേ ഉള്ളൂ. ഫുൾ കടലും കാര്യങ്ങളും. നല്ലൊരു പീസ്ഫുൾ ലൈഫാണ്. വലിയ ശല്യങ്ങളൊന്നുമില്ല, വലിയ ക്രൗഡില്ല. മനസമാധാനം എന്തിനും ഏതിനും. പിന്നെ വർഷത്തിൽ ഒരു മാസം ലീവ് കിട്ടും. നാട്ടിൽ പോവുക, വരിക, പിന്നെ എൻജോയ് ചെയ്യുക. നമുക്ക് എപ്പോഴും ഇവിടെ വരാൻ തോന്നും തിരിച്ച്. കാര്യം അത്രയ്ക്കും പീസ്ഫുള്ളാണ്, സമാധാനമാണ്.